എല്ലാവർക്കും നമസ്കാരം. അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രീൻ റെവല്യൂഷനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അതായത് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷനും അതുപോലെ തന്നെ ഡെഫിഷ്യൻസീസ് ഓഫ് ഗ്രീൻ റെവല്യൂഷനും. അപ്പോൾ അഗ്രികൾച്ചർ റിഫോംസിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ച എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം പഠിച്ചു, ഗ്രീൻ റെവല്യൂഷൻ പറഞ്ഞു. അപ്പോൾ അതോടുകൂടി അത് കംപ്ലീറ്റഡ് ആണ്. ഇനി നമ്മൾ മറ്റ് പഠിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഡിബേറ്റ് ഓവർ സബ്സിഡീസ്. ഡിബേറ്റ് ഓവർ സബ്സിഡീസ് എന്താണ്? ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിബേറ്റ് നമ്മൾ ചാനലുകളിലൊക്കെ കാണാറുണ്ട് അല്ലെ. വൈകിട്ട് 7 മണി കഴിയുമ്പോൾ ചാനലുകളിലൊക്കെ ഡിബേറ്റ് നടക്കാറുണ്ട്. എന്താണ് ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ? സംവാദം അല്ലെ, വാദപ്രതിവാദങ്ങൾ നടക്കാം. അതാണ് ഡിബേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം, ചാനലുകാർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട എങ്കിലും എന്താണ്, ചില കാര്യങ്ങൾ വരുമ്പോൾ എന്താണ്, പ്രത്യേകിച്ച് ഈ ഡിബേറ്റ് നടക്കാറുണ്ട്. ചിലർ അനുകൂലിച്ച് പറയുന്നവർ കാണും അല്ലേ, ഏതെങ്കിലും ഒരു കാര്യത്തെ അനുകൂലിക്കുന്നവർ കാണും, അതുപോലെ എന്താണ്, എതിർക്കുന്നവരും പ്രതികൂലിക്കുന്നവരും കാണും. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ വാദപ്രതിവാദങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഡിബേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന ഡിബേറ്റ് ഓവർ സബ്സിഡീസ് എന്തിനെക്കുറിച്ചുള്ള ഡിബേറ്റിനെ കുറിച്ചാണ്? ഡിബേറ്റ് ഓവർ സബ്സിഡീസ്, സബ്സിഡിയെ ചൊല്ലിയുള്ള സംവാദം. അപ്പോൾ ഇത് ഗ്രീൻ റെവല്യൂഷനുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതിനുമായിട്ട് ചേർത്ത് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് സബ്സിഡി എന്ന് പറയുന്നത്. എന്താണ് സബ്സിഡി? നമ്മളിപ്പോഴും അതിൻ്റെ ഗുണഭോക്താക്കളാണ്. പല വീട്ടിലുള്ള അല്ലെങ്കിൽ പല ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെല്ലാം ഏതിൻ്റെ ഗുണഭോക്താക്കളാണ്? സബ്സിഡിയുടെ ഗുണഭോക്താക്കളാണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റുകളാണ് എന്ത് നൽകുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണെങ്കിലും അവരാണ് സബ്സിഡി ജനങ്ങൾക്ക് നൽകുന്നത്. ഇപ്പോൾ നമുക്ക് റേഷൻ കടകളിൽ നിന്ന് അതുപോലെ സപ്ലൈകോയിൽ നിന്നൊക്കെ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നത് എന്താണ്? സബ്സിഡൈസ് റേറ്റിനാണ് അല്ലേ. ഇപ്പോൾ മണ്ണെണ്ണ ലഭിക്കാറുണ്ട്. ഇതുപോലെ ഈ 1/2 ലിറ്റർ മണ്ണെണ്ണയോ മറ്റ് വൈദ്യീകരിച്ച വീടുകൾക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയോ മറ്റ് ലഭിക്കാം. അപ്പോൾ അതിന് ഒരു ചെറിയ തുക മാത്രം നമ്മൾ നൽകിയാൽ മതി. പക്ഷേ അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസ് വളരെ കൂടുതലാണ്. മാർക്കറ്റിൽ നമ്മൾ വെളിയിൽ നിന്ന് മണ്ണെണ്ണ മേടിക്കണമെങ്കിൽ ഉയർന്ന വില കൊടുക്കണം. പക്ഷേ നമുക്ക് എന്താണ്, ഈ മണ്ണെണ്ണ അവിടെ എങ്ങനെ നൽകുന്നു? വളരെ കുറഞ്ഞ പ്രൈസിൽ നൽകുന്നു. പക്ഷേ ഗവൺമെൻറ്റിന് അത്രയും പ്രൈസിന് കിട്ടിയിട്ടില്ല. ഗവൺമെൻറ് ഉയർന്ന വില കൊടുത്ത് മേടിച്ചിട്ട് സാധാരണക്കാർക്ക് വേണ്ടി, കാരണം ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്താണ്? വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമമാണ് അല്ലേ, ശരിയല്ലേ? ജനങ്ങളുടെ ക്ഷേമമാണ്. അപ്പോൾ ജനങ്ങളുടെ ക്ഷേമമായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു വെൽഫെയർ ആണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്നതുകൊണ്ട് തന്നെ ഗവൺമെന്റ് നമുക്ക് എന്ത് നൽകുന്നു? ആ ചെറിയ വിലയ്ക്ക് അല്ലെങ്കിൽ പ്രൈസ് കൺസെഷൻ നൽകുന്നു, വില ഇളവ് നൽകുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഗ്യാസ് എന്ന് പറയുന്നത് അല്ലേ, നമ്മുടെ LPG കുക്കിംഗ് ഗ്യാസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്താണ്, ഇപ്പോഴാണെങ്കിൽ അതിന് നമ്മൾ ഒറിജിനൽ പ്രൈസ് കൊടുക്കണം നമ്മൾ അല്ലേ. നേരത്തെ ആണെങ്കിൽ ഈ സബ്സിഡി റേറ്റ് കഴിഞ്ഞിട്ടുള്ള തുക കൊടുത്താൽ മതി. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്യാസ് സിലിണ്ടർ വരുമ്പോൾ ഫോർ എക്സാമ്പിൾ 800 രൂപ നമ്മൾ കൊടുക്കും. ആ 800 രൂപ കൊടുത്ത് നമ്മൾ ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോൾ കുറച്ച് കാലം, 1 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു നിശ്ചിത തുക, ഒരു 200 അല്ലെങ്കിൽ 250 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. എന്തായിട്ട്? സബ്സിഡി റേറ്റ് ആയിട്ട്. എന്ന് പറഞ്ഞാൽ അതിൽ 800 രൂപയിൽ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 800 രൂപയാണ്. കമ്പനിക്ക് 800 രൂപ കൊടുക്കണം. പക്ഷെ നമ്മളെ സഹായിക്കാൻ വേണ്ടി, കാരണം നമ്മൾ ഇതൊരു എസെൻഷ്യൽ ഗുഡ് അല്ലേ കുക്കിംഗ് ഗ്യാസ് എന്ന് പറയുന്നത്. മാത്രമല്ല കുക്കിംഗ് ഗ്യാസ് പ്രൊമോട്ട് ചെയ്യുകയും ആണ് ഗവൺമെൻറ് ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് നമുക്ക് സബ്സിഡി ഇളവ് നൽകുന്നു. കാരണം സാധാരണക്കാർക്ക് 800 രൂപ കൊടുത്ത് 800 രൂപ എന്ന് പറയുന്നത് താങ്ങാവുന്ന ഒരു റേറ്റ് അല്ല. അതുകൊണ്ട് കുറച്ചൊരു ഇളവ് ആ പ്രൈസിൽ ഗവൺമെൻറ് നൽകുന്നു. ഇതുപോലെ ഒരുപാട് സാധനങ്ങൾക്ക്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒക്കെ ഗവൺമെൻറ് എന്ന് നൽകുന്നു? സബ്സിഡി നൽകുന്നു. അപ്പോൾ സബ്സിഡി എന്ന് പറയുന്നത്, സബ്സിഡീസ് ആർ പ്രൈസ് കൺസെഷൻസ് ഓൺ എസെൻഷ്യൽ ഗുഡ്സ് ഗിവൺ ബൈ ദ ഗവൺമെന്റ് അല്ലേ. അപ്പോൾ ഗവൺമെന്റ് നൽകുന്ന എസെൻഷ്യൽ ഗുഡ്സിന് മേൽ, അവശ്യ വസ്തുക്കൾക്ക് മേൽ ഗവൺമെന്റ് നൽകുന്ന പ്രൈസ് കൺസെഷൻ, വില ഇളവിനെയാണ് എന്തെന്ന് പറയുന്നത്? സബ്സിഡി എന്ന് പറയുന്നത്. അപ്പോൾ സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സിഡീസ് ആർ അല്ലെങ്കിൽ സബ്സിഡി ഈസ് പ്രൈസ് കൺസെഷൻ ഗിവൺ ബൈ ഗവൺമെന്റ് ഓൺ എസെൻഷ്യൽ ഗുഡ്സ്. അപ്പോൾ ഗവൺമെന്റ് അവശ്യ സാധനങ്ങൾക്ക് മേൽ നൽകുന്ന പ്രൈസ് കൺസെഷനെയാണ് എന്തെന്ന് പറയുന്നത്? സബ്സിഡി എന്ന് പറയുന്നത് അല്ലേ. സബ്സിഡി എന്ന് പറയുക. മലയാളത്തിൽ നിങ്ങൾ സബ്സിഡി എന്ന് പറഞ്ഞാൽ മതി, മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ വില ഇളവാണ് അവശ്യ സാധനങ്ങൾ. അതാണ് ഇപ്പോൾ മണ്ണെണ്ണ ലഭിക്കുമ്പോൾ, പഞ്ചസാര വാങ്ങുമ്പോൾ, ഇപ്പോൾ സപ്ലൈകോയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് സബ്സിഡൈസ് നിരക്കിലും സാധനങ്ങൾ, സബ്സിഡി നിരക്കിലും അല്ലാതെയും സാധനങ്ങൾ കിട്ടും അല്ലേ. നിങ്ങൾ സപ്ലൈകോയിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വീട്ടുകാരൊക്കെ സപ്ലൈകോയിൽ പോയി സാധനങ്ങൾ മേടിക്കും. അപ്പോൾ പഞ്ചസാരയും അതുപോലെ മറ്റ് അരിയും മറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് കുറഞ്ഞ വിലയ്ക്ക്, മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ലഭിക്കും. പക്ഷേ ആ ഗവൺമെന്റിന് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് കൊടുത്തിട്ടാണ് ഗവൺമെന്റ് വാങ്ങുന്നത് അതിൻ്റെ സപ്ലയേഴ്സിൽ നിന്ന്. പക്ഷെ ഗവൺമെന്റ് ലക്ഷ്യം എന്താണ്? നമ്മുടെ ക്ഷേമമാണ്. അതുകൊണ്ട് ഗവൺമെന്റ് വില കുറച്ച് നമുക്ക് നൽകുന്നു. മനസ്സിലാവുമല്ലോ. ഇതാണ് എന്തെന്ന് പറയുന്നത്? സബ്സിഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ
സബ്സിഡിയെ ചൊല്ലി ഒരു സംവാദമുണ്ടായി ഒരു കാലഘട്ടത്തിൽ. അത് ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ ഗ്രീൻ റവല്യൂഷൻ നമുക്കറിയാം, ഗ്രീൻ റവല്യൂഷനിലെ മോഡേൺ അഗ്രികൾച്ചർ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെ. ആധുനിക കാർഷിക തന്ത്രങ്ങൾ, മോഡേൺ മെഷീൻസ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ഇതൊക്കെ ഹൈ കോസ്റ്റ്ലി ആണ്, ഉയർന്ന അല്ലെ, ഭയങ്കരമായ ചിലവ് വരുന്നതാണ്, വില കൂടിയ സാധനങ്ങളാണ് ഇവയൊക്കെ സാധാരണക്കാർക്ക് ലഭ്യമാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇതിനു വേണ്ടി സബ്സിഡി പ്രഖ്യാപിച്ചു. ഇപ്പോഴും കർഷകർക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട്. ഈ മോട്ടോർ വയ്ക്കുന്നതിന്, പമ്പ് സെറ്റ് വയ്ക്കുന്നതിന്, അതുപോലെ തന്നെ ഈ ട്രാക്ടറും മറ്റും വാങ്ങുന്നതിന്, ഇതൊക്കെ അവരെന്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വളം, ഇതിനൊക്കെ സബ്സിഡി കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തുടക്കം കുറിച്ചത് ഏത് സമയത്താണ്? ഗ്രീൻ റവല്യൂഷൻ സമയത്ത്. കാരണം ഗ്രീൻ റവല്യൂഷനിലൂടെ ഈ മോഡേൺ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇത് സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ മോഡേൺ അഗ്രികൾച്ചർ സ്ട്രാറ്റജീസിൽ പ്രത്യേകിച്ച് ആധുനിക കാർഷിക തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി അവയ്ക്ക് മേൽ ഗവൺമെന്റ് വില ഇളവ് നൽകി. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഉയർന്ന വിലയ്ക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് മാർക്കറ്റ് പ്രൈസിന് മേടിച്ചിട്ട് ഇത്തരം സാധനങ്ങൾ വില കുറച്ച് ആർക്ക് കൊടുത്തു? കർഷകർക്ക്. ഇതെന്തിനു വേണ്ടിയാണ്? ടു പ്രൊട്ടക്ട് ഫാർമേഴ്സ് ആൻഡ് ടു പ്രൊട്ടക്ട് ഫാമിംഗ് ഓർ അഗ്രികൾച്ചർ സെക്ടർ. കാർഷിക രംഗത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫാർമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. എന്നാൽ നമുക്കറിയാം 1965, 75, 75, 85 പീരീഡുകളിലാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ അതിനുശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 75 കഴിഞ്ഞു, 85, 95 അല്ലേ, 2005, 2015, അങ്ങനെ നമ്മളിപ്പോൾ 2020 എത്തി നിൽക്കുന്നു. അപ്പോൾ ഈ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും പഴയതുപോലെ തന്നെ കാർഷിക രംഗത്ത് നിലനിൽക്കുന്നു? സബ്സിഡി നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ ഇക്കോണമിസ്റ്റുകളും കുറേ പൊളിറ്റീഷ്യൻസും കുറേ സ്കോളേഴ്സും പറഞ്ഞു സബ്സിഡി ഷുഡ് ബി വിത്ഡ്രോൺ. സബ്സിഡി എന്ത് ചെയ്യണം? സബ്സിഡീസ് ഷുഡ് ബി വിത്ഡ്രോൺ. സബ്സിഡി പിൻവലിക്കണം. കാര്യം ഗവൺമെന്റിന് ഹ്യൂജ് ഇക്കണോമിക് ബർഡൻ, വലിയ സാമ്പത്തിക ഭാരമാകുന്ന ഒരു കേസാണെന്ന് പറയുന്നത് സബ്സിഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പേര് പറഞ്ഞു സബ്സിഡി ഷുഡ് ബി വിത്ഡ്രോൺ, സബ്സിഡി പിൻവലിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ കുറേ പേര് പറഞ്ഞു, കുറേ ഇക്കോണമിസ്റ്റ് പറഞ്ഞു, കുറേ പൊളിറ്റീഷ്യൻസ് പറഞ്ഞു സബ്സിഡി ഷുഡ് നോട്ട് ബി വിത്ഡ്രോൺ, സബ്സിഡി എന്ത് ചെയ്യരുത്? പിൻവലിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പേര് പറയുന്നു സബ്സിഡി ആവശ്യമില്ലാത്തതാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ സബ്സിഡി വേണ്ട, സബ്സിഡി പിൻവലിക്കണം. കുറേ പേര് പറയുന്നു സബ്സിഡി പിൻവലിക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും സബ്സിഡി ചൊല്ലി എന്തുണ്ടായി? ഒരു സംവാദമുണ്ടായി, ഒരു ഡിബേറ്റ് ഉണ്ടായി. ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഡിബേറ്റ് ഓവർ സബ്സിഡീസ്. ഡിബേറ്റ് ഓവർ സബ്സിഡീസ്. അപ്പോൾ അവിടെ രണ്ട് ആർഗ്യുമെന്റ്സ് നമ്മൾ പഠിക്കണം. ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സബ്സിഡിയും ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് സബ്സിഡി. അതായത് സബ്സിഡിക്ക് എതിരായ വാദഗതികളും സബ്സിഡിക്ക് അനുകൂലമായ വാദഗതികൾ. ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സബ്സിഡി എന്ന് പറഞ്ഞാൽ സബ്സിഡിക്ക് അനുകൂലമായ വാദഗതികൾ. ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് സബ്സിഡി എന്ന് പറഞ്ഞാൽ സബ്സിഡിക്ക് എതിരായ വാദഗതികൾ. അങ്ങനെയാണ് അവിടെ എന്തുണ്ടായത്? ഒരു ഡിബേറ്റ് സബ്സിഡിയെ ചൊല്ലി ഉണ്ടായത്. ഇപ്പോഴും ആ ഡിബേറ്റ് നടന്നുകൊണ്ട് ഇരിക്കും. അപ്പോൾ നമ്മൾ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സബ്സിഡിയാണ് ആദ്യം പഠിക്കുന്നത്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സ് എന്ന് പറയാം അല്ലേ. അതായത് ഏതിനെ സബ്സിഡിയെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ്, സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സ്. സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സ് എന്താണ് നമുക്ക് നോക്കാം. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത്, അവർ പറയുകയാണ്, അതായത് ഇന്ത്യൻ ഫാർമേഴ്സ് എന്ന് പറയുന്നത്, ഇന്ത്യൻ ഫാർമേഴ്സ് ആർ വെരി പൂർ. ഇന്ത്യൻ ഫാർമേഴ്സ് ആർ വെരി പൂർ. Therefore they need subsidies. അതുകൊണ്ട് അവർ പറയുന്നു they need subsidy. അവർക്ക് എന്ത് വേണം? പ്രൈസ് കൺസെഷൻ വേണം. ഇന്ത്യൻ ഫാർമേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാർമേഴ്സ് ആർ വെരി പുവർ, therefore they need subsidy. അതുകൊണ്ട് അവർക്ക് എന്താവശ്യമാണ്? സബ്സിഡി ആവശ്യമാണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ സബ്സിഡീസ് സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സബ്സിഡി എന്ന് പറയുന്നത് ഇതാണ്. അവർ പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഫാർമേഴ്സ് ആർ വെരി പുവർ. ശരിയല്ലേ? ഇന്ത്യയിലെ ഫാർമേഴ്സ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കൃഷി എന്ന് പറയുന്നത് കൂടുതലും തമിഴ്നാട്ടിൽ, നമ്മൾ അങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോഴാണ് കൂടുതലും ഫാർമേഴ്സ് ഉള്ളത്. നമ്മുടെ ഇവിടെയൊക്കെ ചെറുകിട കർഷകരാണ്, പക്ഷേ വലിയ തോതിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ വൻതോതിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ, അതുപോലെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്, അതുപോലെ ആന്ധ്രാപ്രദേശിലൊക്കെയാണ് കൂടുതലും കർഷകരുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന കർഷകരും, മെജോറിറ്റി ഓഫ് ഇന്ത്യൻ ഫാർമേഴ്സ് ആർ വെരി പുവർ അല്ലേ. ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ഫാർമേഴ്സും വളരെ പാവപ്പെട്ടവരാണ്. Therefore they need subsidies on agriculture implements. അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സിൽ, കാർഷിക ഉപകരണങ്ങളിൽ അവർക്ക് എന്ത് വേണം? സബ്സിഡി കൂടിയേ തീരൂ. അതുകൊണ്ട് സബ്സിഡി എന്ന് പറയുന്നത് എന്താണ്? ഈ സബ്സിഡീസ് ആൻഡ്
ഇനവിറ്റബിൾ ഫാക്ടർ ഫോർ ഫാർമേഴ്സ്. ഫാർമേഴ്സിനെ സംബന്ധിച്ച് സബ്സിഡി എന്താണ്? ഒരു ഇനവിറ്റബിൾ ഫാക്ടറാണ്, ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് എന്നാണ് ആര് പറയുന്നത്? ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഒരു വാദഗതി എന്ന് മനസ്സിലായല്ലോ. ഇനി to use modern agriculture implements, Indian farmers need subsidies. അപ്പോൾ ഈ മോഡേൺ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ്, ആധുനിക കാർഷിക, ഫസ്റ്റ് പോയിന്റ് വേറെ രീതിയിൽ പറയുന്നതേ ഉള്ളൂ, രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. അതായത് മോഡേൺ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് അല്ലെങ്കിൽ മോഡേൺ അഗ്രികൾച്ചർ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കണമെങ്കിൽ, അല്ലേ, ടു യൂസ് മോഡേൺ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ്, അതായത് ആധുനിക കാർഷിക തന്ത്രങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഇന്ത്യൻ ഫാർമേഴ്സ് നീഡ് സബ്സിഡീസ്, അല്ലെങ്കിൽ സബ്സിഡീസ് ആർ ഇന്നവിറ്റബിൾ. ടു യൂസ് മോഡേൺ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ്, സബ്സിഡീസ് ആർ ഇന്നവിറ്റബിൾ. അതായത് ആധുനിക കാർഷിക തന്ത്രങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ സബ്സിഡി എന്താണ്? ഇന്നവിറ്റബിൾ ആണ്, ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്, അല്ലേ? സബ്സിഡീസ് കൂടി. ഇനി മറ്റൊരു പോയിന്റ് അവർ പറയുന്നത്, സബ്സിഡീസ് അട്രാക്ട് മോർ പീപ്പിൾ ടു അഗ്രികൾച്ചർ, അല്ലെങ്കിൽ സബ്സിഡീസ് അട്രാക്ട് മോർ പീപ്പിൾ ടു ഫാമിംഗ്. അതായത് സബ്സിഡി കൂടുതൽ ആൾക്കാരെ എന്തിലേക്ക് ആകർഷിക്കുന്നു? ഫാമിങ്ങിലേക്ക്, കൃഷിയിലേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ സബ്സിഡി ഒട്ടനവധി ആളുകളെ എന്തിലേക്ക് ആകർഷിക്കുന്നു എന്നാണ് പറയുന്നത്? കൃഷിയിലേക്ക്. അപ്പോൾ സബ്സിഡി ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഈ പ്രൈസ് കൺസെഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, വില ഇളവുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ എന്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു? കൃഷിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. കൂടുതൽ ആൾക്കാർ കാർഷിക രംഗത്തേക്ക് കടന്നു വരാൻ തയ്യാറാണ്. ഒരുപാട് ചെറുപ്പക്കാരും മറ്റുമൊക്കെ കാർഷിക രംഗത്തേക്ക് കടന്നു വരാൻ തയ്യാറാണ്. എന്തുണ്ടെങ്കിൽ? സബ്സിഡി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കൂ. അത് മറ്റൊരു പോയിന്റ്. ക്ലിയർ ആവുമല്ലോ. ഇനി മറ്റൊന്നവർ പറയുന്നത്, ഇന്ത്യൻ അഗ്രികൾച്ചർ ഈസ് എ റിസ്കി ബിസിനസ്. ഇന്ത്യൻ കാർഷിക രംഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു റിസ്കി ബിസിനസ് ആണ്. റിസ്കി ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടസാധ്യതയുള്ള ഒരു പ്രവർത്തന മേഖലയാണ്. Therefore, farmers need subsidies. അതുകൊണ്ട് ഫാർമേഴ്സിന് എന്താവശ്യമാണ്? സബ്സിഡീസ് ആവശ്യമാണ്. അപ്പോൾ ഇന്ത്യൻ ഫാമിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് ഈസ് സ്റ്റിൽ എ റിസ്കി ബിസിനസ്. ഇപ്പോഴും ഒരു നഷ്ടസാധ്യതയുള്ള ഒരു പ്രവർത്തന മേഖലയാണ്. കാരണം ഇപ്പോഴും നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നു? മൺസൂണിനെ ആശ്രയിക്കുന്നു, അല്ലേ? ഇപ്പോഴും നമ്മൾ മഴയെ ആശ്രയിച്ചാണ് നമ്മുടെ കാർഷിക രംഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ്? ഇന്ത്യൻ ഫാർമേഴ്സ് നീഡ് സബ്സിഡീസ്. അതുകൊണ്ട് അവർക്ക് എന്ത് കൂടിയേ തീരൂ? സബ്സിഡി കൂടിയേ തീരൂ. മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് സബ്സിഡി വേണം. കാരണം എപ്പോൾ വേണമെങ്കിലും നഷ്ടം സംഭവിക്കും. നമുക്ക് തന്നെ അറിയാം, 2018 പത്തനംതിട്ടയിൽ കടുത്ത പ്രളയമുണ്ടായി. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൊക്കെ വലിയ പ്രളയം, വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ അവിടുത്തെ കൂടുതലും അവിടെ എന്താണ്? കൃഷി ആശ്രയിക്കുന്നവരാണ്. പത്തനംതിട്ട, അതുപോലെ ആലപ്പുഴ ജില്ലകളിൽ കൂടുതലും, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കർഷകരുള്ളത് ഈ ജില്ലകളിലാണ്. അപ്പോൾ അവർക്ക് വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചു. അപ്പോൾ അങ്ങനെ കൃഷിനാശം സംഭവിക്കുമ്പോൾ അവർക്ക് അല്പമെങ്കിലും ഒരു സഹായത്തിന് എന്ത് കൂടിയേ തീരൂ? സബ്സിഡി വേണം. അല്ലാതെ സ്വന്തം കീശയിൽ നിന്ന് കടം വാങ്ങി, എന്നിട്ട് സബ്സിഡി കിട്ടിയിട്ട് പോലും അവർ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടാണ് കൃഷി ചെയ്തത്. നിങ്ങൾ അതിനുശേഷം വന്ന വാർത്തകളിലൊക്കെ കാണിച്ചു. ഒരുപാട് കർഷകർ ഇപ്പോഴും കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇനിയും അവിടുത്തെ ആളുകൾ എന്ത് ചെയ്തിട്ടില്ല? റിക്കവർ ചെയ്തിട്ടില്ല. ഒരുപാട് പേരുടെ കൃഷിഭൂമി തന്നെ ഒലിച്ചു പോയ കേസുകളുണ്ട്. കൃഷിനാശം സംഭവിച്ചു. പലരും ആത്മഹത്യയുടെ വക്കിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സബ്സിഡി കൂടി പിൻവലിച്ചാലോ അവർക്ക് ഒട്ടും താങ്ങാനാവില്ല. അതുകൊണ്ട് അവർ പറയുന്നത് ഇന്ത്യൻ ഫാമിംഗ് ഈസ് എ റിസ്കി ബിസിനസ്. അപ്പോൾ ഇതുപോലുള്ള ഫ്ലഡ്, വെള്ളപ്പൊക്കം, അതുപോലെ വരൾച്ച, ഡ്രോട്ട്, ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഒരുപാട് ഇങ്ങനെ ഇന്ത്യയിൽ വരും. ഒരു സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ മഹാരാഷ്ട്രയിലെ കാർഷിക, അല്ലെങ്കിൽ അവിടുത്തെ അഗ്രികൾച്ചർ ഫീൽഡ് കാണിച്ചിരുന്നു, അല്ലേ? കൃഷിഭൂമിയൊക്കെ വരണ്ട് കുടിവെള്ളത്തിന് പോലും ഒരു സാഹചര്യമില്ലാത്ത അവസ്ഥയുണ്ടായി. പിന്നെയാണോ കൃഷിക്ക്? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം, അവിടുത്തെ കൃഷിയെല്ലാം നശിച്ച് വരൾച്ച മൂലം കരിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടായി. കോടിക്കണക്കിന് രൂപയാണ് അവിടുത്തെ കർഷകർക്ക് നഷ്ടം വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇന്ത്യൻ ഫാമിംഗ് ഇപ്പോൾ അതാണ്, റിസ്ക് ഉണ്ട്. കാരണം ഒരു മറ്റുള്ള ജോലി പോലെയല്ല, സ്മൂത്തായിട്ട് പോകുന്ന ഒന്നല്ല. മറ്റേതാണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ സെക്ടറോ സർവീസ് സെക്ടറോ ആണെങ്കിൽ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഫാമിംഗ് പോലെ റിസ്ക് ഉള്ള കേസല്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് ഫാമിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി റിസ്ക് ഉള്ളതാണ്. അതുകൊണ്ട് ഫാർമേഴ്സിന് എന്ത് കൂടിയേ തീരൂ? ഇത് കൂടിയേ തീരൂ, സബ്സിഡി കൂടിയേ. പിന്നെ പറയുന്നു subsidies reduce the gap disparity between rich farmers and poor farmers. സബ്സിഡി എന്ത് ചെയ്യുന്നു? സബ്സിഡി റെഡ്യൂസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. The disparity between rich and poor farmers. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം ആര് കുറയ്ക്കുന്നു? സബ്സിഡിയിലൂടെ കുറയ്ക്കപ്പെടും. സബ്സിഡി എന്ത് കുറയ്ക്കുന്നതാണ് പറയുന്നത്? സബ്സിഡീസ് റെഡ്യൂസ് the disparity between rich and poor farmers. റിച്ച് ഫാർമേഴ്സും പുവർ ഫാർമേഴ്സും തമ്മിലുള്ള അന്തരം ഏതിലൂടെ കുറയ്ക്കപ്പെടുന്നു? സബ്സിഡിയിലൂടെ. കാരണം
സബ്സിഡി ലഭിക്കുമ്പോൾ അതിലൂടെ എന്ത് കുറേ പാവപ്പെട്ടവർക്ക് സബ്സിഡി പ്രയോജനപ്പെടുത്തി അവർക്ക് കാർഷിക രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതിലൂടെ ആ സമ്പന്നനും അതുപോലെ ദരിദ്രനും എന്ന ഗ്യാപ്പ്, ആ ഡിസ്പാരിറ്റി, അന്തരം കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കും, സബ്സിഡിയിലൂടെ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, സബ്സിഡി പിൻവലിക്കരുത് എന്നുള്ള കാര്യം, അല്ലേ? സബ്സിഡി ഒരിക്കലും പിൻവലിക്കാൻ പാടില്ല എന്ന കാര്യമാണ് ഒരു കൂട്ടം ഇക്കോണമിസ്റ്റുകൾ അതിശക്തമായിട്ട് വാദിക്കുന്നത്. മനസ്സിലാവുമല്ലോ? ഇതാണ് ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സബ്സിഡി, അല്ലെങ്കിൽ സപ്പോർട്ടിങ് ആർഗ്യുമെന്റ്സ് ഓഫ് സബ്സിഡി എന്ന് പറയുന്നത്, സബ്സിഡി അനുകൂലിക്കുന്ന വാദഗതികൾ എന്ന് പറയുന്നത്. മനസ്സിലാവുമല്ലോ? അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത്? ഒരു അല്ലേ, ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സബ്സിഡി നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സബ്സിഡിക്ക് അനുകൂലമായ വാദഗതികൾ, അതായത് ഇന്ത്യൻ ഫാമിംഗ് എന്ന് പറയുന്ന ഒരു റിസ്കി ബിസിനസ് ആണ്, അതുകൊണ്ട് therefore they need subsidies, അല്ലെങ്കിൽ ഫാർമേഴ്സ് നീഡ് സബ്സിഡീസ്. പിന്നെ നമ്മൾ അടുത്ത് പറഞ്ഞ എന്താണ്? ഇന്ത്യൻ ഫാർമേഴ്സ്, മോസ്റ്റ് ഓഫ് ഇന്ത്യൻ ഫാർമേഴ്സ് ആർ, അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ഇന്ത്യൻ ഫാർമേഴ്സ് ആർ വെരി പുവർ, therefore they need farming. പിന്നെ പറഞ്ഞു മോഡേൺ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് ആർ എന്താണ് കോസ്റ്റ്ലി, അല്ലെ? മോഡേൺ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് എന്ന് പറയുന്ന ആധുനിക കാർഷിക യന്ത്രങ്ങൾ എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്, ചിലവേറിയതാണ്. therefore subsidies are inevitable, അതുകൊണ്ട് സബ്സിഡി ഒഴിച്ചുകൂടാനാണ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? സബ്സിഡീസ് അട്രാക്ട് മോർ പീപ്പിൾ ടു ഫാമിംഗ്, സബ്സിഡി കൂടുതൽ ആൾക്കാർ എന്തിലേക്ക് ആകർഷിക്കുന്നു? കൃഷിയിലേക്ക് ആകർഷിക്കുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് വൺ പറഞ്ഞത് സബ്സിഡീസ് റെഡ്യൂസ് ദ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഫാർമേഴ്സ്, സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ ആര് സഹായിക്കുന്നു? സബ്സിഡി സഹായിക്കുന്നു. ഇതാണ് സപ്പോർട്ടിങ് ആർഗ്യുമെന്റ്സ് ഓഫ് സബ്സിഡീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സബ്സിഡി എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് സബ്സിഡിയിലേക്ക് പോവുകയാണ്. ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് സബ്സിഡി, ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് എന്ന് വെച്ചാൽ സബ്സിഡിക്ക് എതിരായ വാദഗതികൾ. അപ്പോൾ ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് പോലെ തന്നെ ഇതിനെ എതിർക്കുന്നവരുമുണ്ട്, സബ്സിഡി പിൻവലിക്കണം എന്ന് പറയുന്നവരുമുണ്ട്. അതാണ് ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് സബ്സിഡി. ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് സബ്സിഡി, സബ്സിഡിക്ക് എതിരായ വാദഗതികൾ എന്തൊക്കെയാണ്? ഇതിനെ എതിർക്കാൻ കാരണം എന്താണ്? സബ്സിഡി പിൻവലിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കൂട്ടം ഇക്കോണമിസ്റ്റുകൾ പറയുന്നത് ഈ സബ്സിഡി കൊണ്ട് യാതൊരു പ്രയോജനവും, അതായത് സബ്സിഡീസ് ആർ കോർണറിംഗ് ടു റിച്ച് ഫാർമേഴ്സ്, സബ്സിഡി എന്ത് ചെയ്യുന്നു? ആർ കോർണറിംഗ് ടു റിച്ച് ഫാർമേഴ്സ് എന്ന് പറഞ്ഞാൽ എമംഗ് ദ ഫാർമേഴ്സ്, കർഷകരുടെ ഇടയിൽ തന്നെ സബ്സിഡീസ് കോർണറിംഗ് ടു റിച്ച് ഫാർമേഴ്സ്, കർഷകരുടെ. അപ്പോൾ കർഷകരെന്ന് പറയുമ്പോൾ നമുക്കറിയാം പാവപ്പെട്ട കർഷകരുണ്ട്, പണക്കാരായ കർഷകർ. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റിലൊക്കെ പോയാൽ അറിയാൻ പറ്റും. നമ്മൾ തമിഴ് സിനിമയിലൊക്കെ കാണുന്നുണ്ട്. അവിടെ എന്താണ്? വലിയ കൃഷിയിടങ്ങളുള്ള വലിയ അതിസമ്പന്നരായ ഫാർമേഴ്സ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൊണ്ട്, തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് സമ്പന്നരായി മാറുന്ന ആൾക്കാരുണ്ട്, അല്ലേ? തമിഴ് തെലുങ്ക് സിനിമകളിലൊക്കെ കാണിക്കാറുണ്ട്. അവർക്കെന്താണ്? ഹെക്ടർ കണക്കിനുള്ള ഭൂമിയുണ്ട്. അവർ കുറഞ്ഞ വേതനത്തിന് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, എന്നിട്ട് സമ്പന്നരായി മാറും. എന്നാൽ പാവപ്പെട്ട കർഷകർക്ക് എന്താണ് പ്രശ്നം? അവർക്ക് കുറച്ച് ഭൂമിയേ ഉള്ളൂ. കർഷകർക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ അറിയാം, കുറച്ച് ഭൂമികൾ, തുണ്ട് ഭൂമികളിലാണ് അവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈ ആധുനിക കാർഷിക തന്ത്രങ്ങളൊന്നും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം മറ്റു വിശാലമായ കൃഷിയിടത്ത് കൃഷി ചെയ്യുന്നത് പോലെ ഈ തുണ്ട് ഭൂമികളിൽ കൃഷി ചെയ്യുന്ന, ഫ്രാഗ്മെന്റഡ് ലാൻഡ്സിൽ കൃഷി ചെയ്യുന്ന, കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫാർമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ്, അല്ലെങ്കിൽ മോഡേൺ അഗ്രികൾച്ചർ സ്ട്രാറ്റജീസ്, ഈ മോഡേൺ മെഷീനറീസും അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സ് ഒന്നും ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ഫലപ്രദമായി ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആർക്കാണ്? റിച്ച് ഫാർമേഴ്സിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നു, ഇതിനെ എതിർക്കുന്നവർ പറയുന്നത് എമംഗ് ദ ഇന്ത്യൻ ഫാർമേഴ്സ്, അല്ലെങ്കിൽ എമംഗ് ദ ഫാർമേഴ്സ്, കർഷകരുടെ ഇടയിൽ സബ്സിഡീസ് ആർ കോർണറിങ്, സബ്സിഡീസ് ആരിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു? ടു റിച്ച് ഫാർമേഴ്സ്. സബ്സിഡിയുടെ പ്രയോജനം ആർക്കാണ് കിട്ടിയത്? റിച്ച് ഫാർമേഴ്സിനാണ് കിട്ടിയത്, സമ്പന്ന കർഷകർക്കാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട കർഷകർക്ക് യാതൊരു പ്രയോജനവും ഏതുകൊണ്ട് കിട്ടിയില്ല? സബ്സിഡി കൊണ്ട് കിട്ടിയില്ല. അതുകൊണ്ട് സബ്സിഡി എന്ത് ചെയ്യണം? പിൻവലിക്കേണ്ടതാണ്. അപ്പോൾ പാവപ്പെട്ട കർഷകർക്ക് വലിയ രീതിയിലൊന്നും ഈ സബ്സിഡി കൊണ്ട് പ്രയോജനം കിട്ടിയില്ല. സബ്സിഡി കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടിയത് ആർക്കാണ്? റിച്ച് ഫാർമേഴ്സിനാണ്. അതുകൊണ്ട് ദാറ്റ് ഈസ് വൈ സബ്സിഡീസ് ഷുഡ് ബി വിത്ഡ്രോൺ. അതുകൊണ്ട് സബ്സിഡി എന്ത് ചെയ്യണം? പിൻവലിക്കണം. പിന്നെ പറയുന്നു സബ്സിഡീസ് ആർ എക്സ്പ്ലോയിറ്റഡ് ബൈ ദ ഫെർട്ടിലൈസർ കമ്പനീസ്, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് സബ്സിഡീസ് അത് എക്സ്പ്ലോയിറ്റ് ചെയ്തത്, അത് ചൂഷണം ചെയ്തത് കൂടുതലും ആരായിരുന്നു? ഫെർട്ടിലൈസർ കമ്പനീസ്, വളം കമ്പനികളായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന്, ഈ സബ്സിഡിയിൽ നിന്ന് അല്ലെങ്കിൽ സബ്സിഡീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിച്ചത്
ആർക്കാണ്? വളം കമ്പനികൾക്കാണ്, റാദർ ദാൻ ഫാർമേഴ്സ് അല്ലേ. അപ്പോൾ സബ്സിഡീസ് ലാർജ്ലി ബെനിഫിറ്റഡ് ടു ഫെർട്ടിലൈസർ കമ്പനീസ് റാദർ ദാൻ ഫാർമേഴ്സ്. കർഷകരെക്കാൾ കൂടുതൽ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിയത് വളം കമ്പനികൾക്കാണ്, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിക്കാണ്, അല്ലെങ്കിൽ ഫെർട്ടിലൈസർ കമ്പനികൾക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ വളം കമ്പനികളാണ് വളത്തിന് മേലുള്ള സബ്സിഡി. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കർഷകർക്ക് ലഭ്യമാക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഉയർന്ന പ്രൈസ് കൊടുത്ത് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കൊടുത്ത് വളം കമ്പനികളിൽ നിന്ന് വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈ ചെയ്യുന്നു അല്ലേ. കമ്പനികൾ സപ്ലൈ ചെയ്യുന്നു, കമ്പനികൾക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഫുൾ എമൗണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് മൊത്തം കമ്പനികൾക്ക് കൊടുത്തേ പറ്റൂ. അതിന്റെ പകുതി വിലയ്ക്കാണ് കമ്പനികൾ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇത് കമ്പനികൾ എന്ത് ചെയ്തു? മിസ്യൂസ് ചെയ്തു. കാരണം ആവശ്യത്തിലധികം ഉൽപ്പാദിപ്പിച്ചു കൂട്ടി പലരെയും എന്ത് ചെയ്തു? പലർ കൃഷി ചെയ്യാത്ത, ഈ വളം ആവശ്യമില്ലാത്ത കർഷകരല്ലാത്ത ആളുകളുടെ പേരിലും ഇവരെന്ത് ചെയ്തു? വളം ഇങ്ങനെ സപ്ലൈ ചെയ്തു. കാരണം എന്താണ്? ഗവൺമെന്റ് വലിയ തുക കമ്പനിക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഇവർക്ക് കുറഞ്ഞ റേറ്റിന് എന്ത് ചെയ്താൽ മതി? കർഷകർക്ക് ഇത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇതിന്റെ ബെനിഫിറ്റ് സബ്സിഡീസ് അല്ലെ, ബെനിഫിറ്റ്സ് ഓഫ് സബ്സിഡീസ് ആർ ലാർജ്ലി concentrated to fertilizer industry rather than Indian farmers. Indian farmersനെ കൂടാതെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫാർമേഴ്സിന് പകരം ഈ സബ്സിഡി കൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത്, സബ്സിഡീസ് ആർ ലാർജ്ലി ബെനിഫിറ്റഡ് ബൈ ഫെർട്ടിലൈസർ കമ്പനീസ് അല്ലെങ്കിൽ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി റാദർ ദാൻ ഇന്ത്യൻ ഫാർമേഴ്സ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്ടേ പറഞ്ഞത്? ആ ഫാർമേഴ്സിനിടയിൽ തന്നെ സബ്സിഡി കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടിയത് റിച്ച് ഫാർമേഴ്സിനാണ്. ആരെക്കാൾ? പൂർ ഫാർമേഴ്സിനേക്കാൾ. രണ്ടാമത് പറഞ്ഞ പോയിന്റ്, സബ്സിഡീസ് ആർ ലാർജ്ലി ബെനിഫിറ്റഡ് ടു ഫെർട്ടിലൈസർ കമ്പനീസ്. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടിയത് ഫെർട്ടിലൈസർ കമ്പനീസിനാണ് റാദർ ദാൻ ഇന്ത്യൻ ഫാർമേഴ്സ്. ഇന്ത്യൻ ഫാർമേഴ്സിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയത് ആർക്കാണ്? ഈ പറയുന്ന ഫെർട്ടിലൈസർ കമ്പനി. അതുകൊണ്ട് സബ്സിഡി പിൻവലിക്കണം. വലിയ കമ്പനികൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടി, ഫാർമേഴ്സിന് ആർക്കാണോ ഇതുകൊണ്ട് അതിന്റെ ബെനിഫിഷ്യറീസ് അല്ലെ, ഗുണഭോക്താക്കൾക്ക് എന്ത് കിട്ടിയതുമില്ല, ഇതിന്റെ നേട്ടം കിട്ടിയതും. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പോയിന്റ് ആയിട്ട് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത്, സബ്സിഡീസ് ക്രിയേറ്റ് ഹ്യൂജ് ഇക്കണോമിക് ബർഡൻ ടു ദ ഗവൺമെന്റ്. സബ്സിഡീസ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? വലിയ ഇക്കണോമിക് ബർഡൻ, വലിയ സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്നു ടു ദി ഗവൺമെന്റ്. ഗവൺമെന്റിന് സബ്സിഡീസ് വലിയ സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്നു അല്ലേ. കാരണം മറ്റ് വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കേണ്ട പണമാണ് അവർ സബ്സിഡീസിന് വേണ്ടി കൊടുക്കുന്നത്, സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഗവൺമെന്റിന് വർഷാവർഷം എന്ത് വലിയ ഹ്യൂജ് ഇക്കണോമിക് ബർഡൻ, വലിയ സാമ്പത്തിക ഭാരം തന്നെ സൃഷ്ടിക്കുന്നു അല്ലേ. കാര്യം ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഓരോ വർഷവും സബ്സിഡി ഇനത്തിൽ ഗവൺമെന്റ് ആ ജനങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ എന്ത് ലഭിക്കുന്നില്ല? അവർ ഗവൺമെന്റ് ഉദ്ദേശിച്ച ഒരു ബെനിഫിറ്റ്സ് അല്ലെ, ഒരു നേട്ടം കർഷകർക്ക് ലഭിക്കുന്നതുമില്ല. മാത്രമല്ല ഗവൺമെന്റ് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ ഈ സബ്സിഡിക്ക് വേണ്ടി ഈ തുക ഇങ്ങനെ ചെലവഴിച്ചില്ല എങ്കിൽ ഇത് എന്തിനു വേണ്ടി മാറ്റിവെക്കാമായിരുന്നു? വെൽഫെയർ ആക്ടിവിറ്റീസിന്, അതർ വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കാമായിരുന്നു. മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട തുകയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇതിനു വേണ്ടി വലിയൊരു സാമ്പത്തിക ഭാരം ഇങ്ങനെ സബ്സിഡി ആയിട്ട് അനർഹരുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഇതുകൊണ്ട് അവർ ഇത് പറയുകയാണ്. ഒരു കൂട്ടം ഗ്രൂപ്പ് ഓഫ് ഇക്കോണമിസ്റ്റ് ആർഗ്യൂ ദാറ്റ് സബ്സിഡീസ് ഷുഡ് ബി ഫേസ്ഡ് ഔട്ട്. സബ്സിഡീസ് എന്ത് ചെയ്യണം? ഘട്ടം ഘട്ടമായിട്ട് പിന്നെ അവർ എതിർക്കുന്നവർ പറയുന്ന ഒരു പോയിന്റ് കൂടിയുണ്ട്. അതായത് ഒരിക്കൽ നമ്മളൊരു ടെക്നോളജി, ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ, എന്ന് വെച്ചാൽ സബ്സിഡി പ്രയോജനപ്പെടുത്തുന്ന ഒരു സാങ്കേതിക വിദ്യ ഒരിക്കൽ നമ്മൾ ഉപയോഗിക്കുകയും അത് ബെനിഫിറ്റിൽ അല്ലെ ലാഭകരമാവുകയും ചെയ്താൽ സബ്സിഡീസ് ഷുഡ് ബി ഫേസ്ഡ് ഔട്ട്. സബ്സിഡി എന്ത് ചെയ്യണം? ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കണം. ഇപ്പോൾ ഈ ഗ്രീൻ റെവല്യൂഷന് ശേഷമാണ് ഈ സബ്സിഡീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടുതലായിട്ട് വ്യാപകമാകുന്നത്. അപ്പോൾ ഈ സബ്സിഡി പ്രയോജനപ്പെടുത്തി ഇപ്പോൾ മോഡേൺ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സും അതുപോലെ ഹൈ യീൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഒക്കെ ഈ സബ്സിഡി പ്രയോജനപ്പെടുത്തി കർഷകർക്ക് ലഭ്യമായി. അപ്പോൾ അങ്ങനെ ലഭ്യമായപ്പോൾ അതുപയോഗിച്ചുകൊണ്ട് കർഷകർ എന്ത് ചെയ്തു? പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഒരിക്കലൊരു വൺസ് എ ന്യൂ ടെക്നോളജി യൂട്ടിലൈസ്ഡ്, ഒരിക്കലൊരു പുതിയ ടെക്നോളജി നമ്മൾ എന്ത് ചെയ്താൽ ഉപയോഗിക്കുകയും അതുപോലെ അത് പ്രോഫിറ്റബിൾ ആവുകയും ചെയ്താൽ, ലാഭകരമാവുകയും ചെയ്താൽ സബ്സിഡി ഷുഡ് ബി ഫേസ്ഡ് ഔട്ട്. സബ്സിഡീസ് എന്ത് ചെയ്യണം? പതുക്കെ ഘട്ടം ഘട്ടമായി പിൻവലിക്കണം. അപ്പോൾ ഒരിക്കലൊരു പുതിയ സാങ്കേതിക വിദ്യ എന്ന് വെച്ചാൽ സബ്സിഡി പ്രയോജനപ്പെടുത്തിയ ഒരു സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗിക്കുകയും
അത് ലാഭകരമാവുകയും പ്രോഫിറ്റബിൾ ആവുകയും ചെയ്താൽ സബ്സിഡി പതുക്കെ പതുക്കെ എന്ത് ചെയ്യണം, പിന്നെ വീണ്ടും വീണ്ടും എന്ത് കൊടുക്കേണ്ട കാര്യമില്ല, സബ്സിഡി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കർഷകർക്ക് അത് പിന്നെ വീണ്ടും വീണ്ടും അവർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും അത് ഗവൺമെന്റിന് വലിയ ഒരു സാമ്പത്തിക ഭാരം ഉണ്ടാവുകയും ചെയ്യും. കാരണം ഇതിലൂടെ സബ്സിഡി പ്രയോജനപ്പെടുത്തി ഒരു സമ്പന്നരായ ഒരുപാട് കർഷകർ എവിടെയുണ്ട്, നോർത്ത് ഇന്ത്യയിലും മറ്റുമുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും ഈ സബ്സിഡി കൊടുത്താൽ അവര് ആവശ്യമില്ലാത്തൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആണ് സബ്സിഡിക്ക് എതിരായിട്ടുള്ള ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് സബ്സിഡി എന്ന് പറയുന്നത്. അപ്പോൾ 2 ആർഗ്യുമെന്റ്സ് നമ്മൾ പറഞ്ഞു, സപ്പോർട്ടിങ് ആർഗ്യുമെന്റ്സ്, അതുപോലെ തന്നെ പിന്നെ ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് സബ്സിഡി എന്ന് പറയുന്നത്. മനസ്സിലാവുമല്ലോ? ഇതാണ് സബ്സിഡിയെ കുറിച്ചുള്ള ഡിബേറ്റ് ഓവർ സബ്സിഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സാമിന് ഒന്നുകിൽ രണ്ടും കൂടി ചോദിക്കും. സാധാരണഗതിയിൽ ചോദിക്കുന്നത് ചിലപ്പോൾ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സബ്സിഡി എന്താണ്. അപ്പോൾ അത് സബ്സിഡി എന്താണെന്ന് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുക. അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് സബ്സിഡി. അപ്പോൾ ഏത് ചോദിച്ചാലും സബ്സിഡി എന്താണ് ജസ്റ്റ് ഒരു സെന്റൻസ് സബ്സിഡിയെ കുറിച്ച് എഴുതിയതിന് ശേഷം അതിനെതിരായിട്ടുള്ള വാദഗതികൾ നമുക്ക് എഴുതാം. ഇതും ബെനിഫിറ്റ്സ് ഓഫ് സബ്സിഡി പോലെ തന്നെ ഡെഫിഷ്യൻസീസ് ഓഫ് സബ്സിഡി പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലാവുമല്ലോ? ഇതാണ് ഇതിൻ്റെ കേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലാൻഡ് റിഫോംസ് പറഞ്ഞു, ലാൻഡ് റിഫോംസിൻ്റെ ഇനിഷ്യേറ്റീവ്സ് പറഞ്ഞു, അതുപോലെ തന്നെ അതിനുശേഷം എന്താണ് ഡിഫിക്കൽട്ടീസ് ഓഫ് ലാൻഡ് റിഫോംസ് പറഞ്ഞു, അതിനുശേഷം ഗ്രീൻ റെവല്യൂഷൻ, ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, ഡെഫിഷ്യൻസീസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഇന്ന് നമ്മൾ എന്താണ് ഡിബേറ്റ് ഓവർ സബ്സിഡീസ് പറഞ്ഞു. ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സബ്സിഡിയും ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് സബ്സിഡിയും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു പുതിയ ക്വസ്റ്റ്യൻ ആണ്, മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956. 1956 വ്യാവസായിക നയപ്രമേയം. ഇത് പല കാലഘട്ടങ്ങളിലായിട്ടുണ്ട്. 1948 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഉണ്ട്, 1956 1985 1991 നമുക്ക് പഠിക്കേണ്ടത് ഈ ചാപ്റ്ററിൽ പഠിക്കുക. നമ്മൾ 1950 മുതൽ 1990 വരെയുള്ള പീരീഡിലെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക നയപ്രമേയമാണ് 1956. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം നമുക്ക് പറഞ്ഞാൽ മതിയാകും. ബാക്കി നമുക്ക് അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ഡിബേറ്റ് ഓവർ സബ്സിഡിയും അതിൽ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സബ്സിഡിയും ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് സബ്സിഡി മനസ്സിലായെന്ന് കരുതുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.